അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ അസ്തഫാ മിനൽ കലാമി അർബഅ, വാക്കുകളിൽ നിന്ന് 4 അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 വാക്കുകൾ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. മൻ ഖാല സുബ്ഹാനല്ലാഹ് കുതിബ ലഹു 20 ഹസന വഹുത്ത അൻഹു 20 സയ്യിഅ. ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് ഒരു തവണ പറയുമ്പോൾ 20 പ്രതിഫലം രേഖപ്പെടുത്തുന്നു, 20 തിന്മകൾ മായ്ക്കപ്പെടുന്നു. സുബ്ഹാനല്ലാഹ് എന്ന് ഒറ്റവട്ടം പറയുമ്പോൾ 20 നന്മകളാണ് വരുന്നത്, 20 പാപങ്ങൾ മായ്ക്കപ്പെടുന്നു. വമൻ ഖാല അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴും മിസ്ലു ദാലിക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴും മിസ്ലു ദാലിക്. എന്നാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മിൻ ഖിബലി നഫ്സിഹി, മനസ്സിൽ തട്ടിയിട്ട് റബ്ബിനെ സ്തുതിക്കുന്നൊരു വാക്ക് വന്നാൽ, ഈ ഒരു കോണ്ടസ്റ്റിൽ ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന് ഫضل കൂടുതലുണ്ട്. അത് പ്രത്യേകം പറയാൻ കാരണം മിൻ ഖിബലി നഫ്സിഹി, മനസ്സ് തട്ടി അൽഹംദുലില്ലാഹ് എന്നൊരു മനുഷ്യൻ റബ്ബിനെ കുറിച്ച് ഓർത്ത് അവൻ്റെ നിഅമത്തുകളെ കുറിച്ച് ഓർത്ത് പറഞ്ഞാൽ കുതിബത് ലഹു 30 ഹസന, അതിന് 30 കൂലിയാണെന്ന്. 30 കൂലി. വഹുത്ത അൻഹു 30 സയ്യിഅ, 30 തിന്മകളും മായ്ക്കപ്പെടും. നേരത്തെ പറഞ്ഞതൊക്കെ 20 ആണെങ്കിൽ ഇത് 30 ആണ്. കാരണം സ്തുതിക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറ, സൃഷ്ടിയുടെ തുടക്കത്തിലും പറയപ്പെട്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അതേപോലെ തന്നെ മഹ്ശറിൽ എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും സ്വർഗത്തിലും നരകത്തിലുമാക്കി ഖദാ ഖലാസായി കഴിഞ്ഞാലും വിളിച്ചു പറയപ്പെടുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.